പൊതുഗതാഗതം യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ മാത്രമല്ല പല പുതിയ സേവനങ്ങളും നൽകാൻ കഴിയുന്ന സംവിധാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മറ്റൊരു ഉദാഹരണമാണ് തമിഴ്നാട് സർക്കാർ അവതരിപ്പിക്കുന്ന പുതിയ പദ്ധതി. ഇനി സംസ്ഥാനത്തെ പല സർക്കാർ ബസ്സുകളിലും യാത്രക്കാരെ മാത്രമല്ല പാഴ്സലുകളും സുരക്ഷിതമായി എത്തിക്കാനാകും. ടിക്കറ്റ് വരുമാനത്തിന് പുറമെ പുതിയ വരുമാന മാർഗം കണ്ടെത്തുകയും പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും കൂടുതൽ സൗകര്യമൊരുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. തമിഴ്നാട്ടിൽ സർക്കാർ ബസ്സുകളിൽ പാഴ്സൽ ട്രാൻസ്പോർട്ടേഷൻ സേവനം ആരംഭിക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി വിജയുടെ നിർദ്ദേശപ്രകാരമാണ് ഇതിനുള്ള നടപടികൾ വേഗത്തിലാക്കിയത്. മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഒഴികെയുള്ള സംസ്ഥാനത്തെ മറ്റ് എല്ലാ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾക്കും കീഴിലുള്ള ബസ്സുകളിലാണ് ആദ്യഘട്ടത്തിൽ ഈ സേവനം ലഭിക്കുക. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളുടെ ടിക്കറ്റ് നിര വരുമാനം വർദ്ധിപ്പിക്കുകയാണ്. ഇപ്പോൾ ബസ്സുകളുടെ പ്രധാന വരുമാനം യാത്രക്കാരിൽ നിന്നുള്ള ടിക്കറ്റുകളാണ്. എന്നാൽ പാഴ്സൽ സേവനം കൂടി ആരംഭിച്ചാൽ അധിക വരുമാനം ലഭിക്കുമെന്നും അതിലൂടെ പൊതുഗതാഗത സംവിധാനം കൂടുതൽ ശക്തമാക്കാനാകുമെന്നും സർക്കാർ പ്രതീക്ഷിക്കുന്നു. തമിഴ്നാട്ടിൽ ആകെ 7 സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളാണ് പ്രവർത്തിക്കുന്നത്. ഇവയ്ക്ക് കീഴിൽ ആയിരക്കണക്കിന് ബസ്സുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ദിവസേന സർവീസ് നടത്തുന്നു. ഈ വലിയ ശൃംഖല ഉപയോഗപ്പെടുത്തി പാഴ്സലുകൾ വേഗത്തിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കാനാണ് പുതിയ പദ്ധതി ലക്ഷ്യമിടുന്നത്. പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ബസ്സുകളിൽ പ്രത്യേക കാർഗോ കമ്പാർട്ട്മെന്റുകളും ഒരുക്കിയിട്ടുണ്ട്. യാത്രക്കാരുടെ സൗകര്യത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിലാണ് ഈ ഭാഗം സജ്ജീകരിച്ചിരിക്കുന്നത്. ചെറുതും ഇടത്തര വലുപ്പവുമുള്ള പാഴ്സലുകൾ സുരക്ഷിതമായി സൂക്ഷിക്കാനും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനും കഴിയുന്ന രീതിയിലാണ് രൂപകൽപ്പന. ചെന്നൈയിലെ സെൻട്രൽ ഇലക്ട്രിക് ബസ് ഡിപ്പോ സന്ദർശിച്ച ഗതാഗത വകുപ്പ് മന്ത്രി എ വിജയ് തമിഴകൻ പാർത്ഥിപൻ ഈ കാർഗോ കമ്പാർട്ട്മെന്റുകൾ നേരിട്ട് പരിശോധിച്ചു. പരിശോധനയ്ക്ക് ശേഷം ചില കാര്യങ്ങളിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകി. സേവനം കൂടുതൽ കാര്യക്ഷമവും സുരക്ഷിതമാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി വ്യക്തമാക്കി. ഡിപ്പോയുടെ പ്രവർത്തനങ്ങളും മന്ത്രി വിലയിരുത്തി. കൂടാതെ നിർമ്മാണം പുരോഗമിക്കുന്ന സെൻട്രൽ ഇലക്ട്രിക് ബസ് ഡിപ്പോ 2 പ്രവർത്തനങ്ങളും അദ്ദേഹം സന്ദർശിച്ച് പരിശോധിച്ചു. പൊതുഗതാഗത മേഖലയിൽ പുതിയ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ പദ്ധതികളെയും സർക്കാർ കാണുന്നത്. തമിഴ്നാട്ടിൽ നിലവിൽ 26 മേഖലകളിലായി സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ സർവീസ് നടത്തുന്നു. ആകെ 21,515 ബസ്സുകളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദിവസേന ഓടുന്നത്. 317 ഡിപ്പോകളാണ് ഈ സേവനങ്ങൾക്ക് പിന്തുണ നൽകുന്നത്. ദിവസേന ഏകദേശം 2.02 കോടി യാത്രക്കാരാണ് സർക്കാർ ബസ് സർവീസുകളെ ആശ്രയിക്കുന്നത്. ഈ വലിയ ശൃംഖലയാണ് ഇപ്പോൾ പാഴ്സൽ സേവനത്തിനും ഉപയോഗപ്പെടുത്തുന്നത്. ഈ പദ്ധതി വ്യാപാരികൾക്ക് വലിയ സഹായമാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ചെറിയ വ്യാപാര സ്ഥാപനങ്ങൾക്കും ഓൺലൈൻ ബിസിനസ് നടത്തുന്നവർക്കും ചെറിയ പാഴ്സലുകൾ വേഗത്തിൽ വിവിധ നഗരങ്ങളിലേക്ക് അയക്കാൻ ഈ സംവിധാനം ഉപകാരപ്പെടും. അതുപോലെ സാധാരണക്കാർക്കും രേഖകൾ, ചെറിയ സാധനങ്ങൾ, മറ്റ് ആവശ്യ വസ്തുക്കൾ എന്നിവ കുറഞ്ഞ ചെലവിൽ അയക്കാൻ സൗകര്യമാകും. സ്വകാര്യ കൊറിയർ സേവനങ്ങളെ മാത്രം ആശ്രയിക്കേണ്ട സാഹചര്യം ചില മേഖലകളിൽ കുറയാനും ഈ പദ്ധതി സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. പ്രത്യേകിച്ച് സംസ്ഥാനത്തിനുള്ളിലെ ചെറിയ ദൂരത്തിലേക്കുള്ള പാഴ്സലുകൾ അയക്കേണ്ടവർക്ക് സർക്കാർ ബസ്സുകൾ ഒരു നല്ല വഴിയാകാം. സർക്കാർ ബസ്സുകൾ ഇതിനകം തന്നെ എല്ലാ ജില്ലകളിലും പ്രധാന പട്ടണങ്ങളെയും ബന്ധിപ്പിക്കുന്നതിനാൽ ഈ ശൃംഖല പാഴ്സൽ വിതരണത്തിനും പ്രയോജനപ്പെടുത്തുന്നത് സമയം ലാഭിക്കാനും സഹായിക്കും. യാത്രക്കാരുമായി ഒരു സർവീസിൽ പാഴ്സലുകളും എത്തുന്നതിനാൽ പ്രത്യേക വാഹനങ്ങൾ ഒരുക്കേണ്ട ആവശ്യം കുറയാനും സാധ്യതയുണ്ട്. ഈ കഴിഞ്ഞ ജൂണിൽ തമിഴ്നാട്ടിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾക്ക് 300 പുതിയ ബസ്സുകൾ കൂടി ലഭിച്ചിരുന്നു. ഇതിൽ 163 ബസ്സുകൾ ഡീസലും 136 ബസ്സുകൾ CNG ഇന്ധനത്തിലുമാണ് പ്രവർത്തിക്കുന്നത്. പുതിയ ബസ്സുകൾ എത്തിച്ചതിലൂടെ സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നുണ്ട്. ഈ പുതിയ ബസ്സുകളിൽ ഏറ്റവും കൂടുതൽ ലഭിച്ചത് ചെന്നൈയിലെ സർവീസ് നടത്തുന്ന മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആണ്. 65 പുതിയ ബസ്സുകളാണ് MTCക്ക് ലഭിച്ചത്. എന്നാൽ ഇപ്പോൾ പ്രഖ്യാപിച്ച പാഴ്സൽ സേവനം ആദ്യഘട്ടത്തിൽ MTC ബസ്സുകളിൽ ഉണ്ടായിരിക്കില്ല. മറ്റ് 7 സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകളിലാണ് പദ്ധതി നടപ്പാക്കുക. പൊതുഗതാഗതത്തെ കൂടുതൽ പ്രയോജനകരമാക്കാനുള്ള പുതിയ ശ്രമമായാണ് ഈ പദ്ധതിയെ വിലയിരുത്തുന്നത്. യാത്രക്കാരെ സുരക്ഷിതമായ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിനൊപ്പം സംസ്ഥാനത്തിന്റെ ചരക്ക് ഗതാഗത രംഗത്തും സർക്കാർ ബസ്സുകൾക്ക് പുതിയൊരു പങ്ക് നൽകുകയാണ് ലക്ഷ്യം. ഈ പദ്ധതി വിജയകരമായാൽ ടിക്കറ്റ് വരുമാനത്തിന് പുറമെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾക്ക് സ്ഥിരമായ അധിക വരുമാനം ലഭിക്കാനും അതിലൂടെ ബസ് സർവീസുകളുടെ നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്താനും കഴിയും. അതേസമയം പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും വേഗതയേറിയതും വിശ്വാസ്യതയുള്ളതുമായ പാഴ്സൽ സേവനം ലഭ്യമാക്കുകയും ചെയ്യും. പൊതുഗതാഗതത്തിന്റെ സാധ്യതകൾ കൂടുതൽ വിപുലമാക്കുന്ന ഈ പദ്ധതി തമിഴ്നാട്ടിലെ ഗതാഗത രംഗത്ത് ശ്രദ്ധേയമായ മാറ്റത്തിന് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.